ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻറ്റിലൂടെ ഏവർക്കും സ്വാഗതം. ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ നേപ്പാളും ഇംഗ്ലണ്ടും അഞ്ചാമത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടി. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുത്തു. ജോസ് ബട്ട്ലർ 26, ജേക്കബ് 55, ഹാരി ബ്രൂക്ക് 53, വിൽ ജാക്സ് 39 എന്നിങ്ങനെയാണ് അവർക്ക് വേണ്ടി സ്കോർ ചെയ്തത്. 20 ഓവറിൽ നേപ്പാളിന് ജയിക്കാൻ വേണ്ടത് 185 റൺസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടും പാടി ജയിക്കാൻ വേണ്ടി വന്ന ഇംഗ്ലണ്ടിനെ കരയിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നേപ്പാൾ വിട്ടത്. അവസാനം നേപ്പാളിന് ജയിക്കാൻ വേണ്ടത് 18 ബോളിൽ 46 റൺസായിരുന്നു. ആ ഓവർ ചെയ്യാൻ വന്നത് നമ്മുടെ ആർച്ചറായിരുന്നു. ആർച്ചറിൻ്റെ ആ ഓവറിൽ 22 റൺസാണ് അവർ അടിച്ചു കൂട്ടിയത്. അതിനുശേഷം 12 ബോളിൽ 22 റണ്ണ്, പിന്നെ 10 ബോളിൽ 18, 9 ബോളിൽ 14 എന്നിങ്ങനെയായിരുന്നു അവർക്ക് വേണ്ട റൺസ്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിനെ കരയിച്ച് തോറ്റു എന്നുള്ള ത്രില്ലെന്നൊക്കെ പറഞ്ഞ് ഇതായിരുന്നു ത്രില്ല്. പിന്നെ 9 ബോളിൽ 14 റൺസ് എന്ന ഇതിലായി. ആ ഓവറിൽ മികച്ച പ്രകടനമാണ് അവർ കാഴ്ച. 7 ബോളിൽ 10 ലാസ്റ്റത്തെ ഓവറിൽ ലാസ്റ്റ് ബോളിൽ ഒരാൾ ഔട്ടായി. ലോകേഷ് അടിയോടടിയായിരുന്നു. ലോകേഷിൻ്റെ ശരിക്കും പറഞ്ഞാൽ പുതിയൊരു ഉദയമാണ്. പിന്നെ 6 ബോളിൽ 10 റൺസാണ് ലാസ്റ്റത്തെ ഓവറിൽ അവർക്ക് വേണ്ടത്. 10 റൺസായിരുന്നു. നമ്മുടെ സാം കറനാണ് ആ ഓവർ ചെയ്യാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ സാം കറൻ ആ ഓവറിൽ ചെയ്ത കിഡിലൻ യോർക്കറുകളാണ് നേപ്പാളിന് അർഹതപ്പെട്ട വിജയം അവരുടെ കയ്യിൽ നിന്ന് ഒഴുകിപ്പോയത്. 4 ബോളിൽ 9 റൺസ്, അതിനുശേഷം 3 ബോളിൽ 8 റൺസ്. ഓരോ റൺസ് വെച്ച് ഓരോ ബോളിൽ അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. 2 ബോളിൽ 6 റണ്ണ് എന്നിങ്ങനെ നിലയിലായിരുന്നു. അവസാനം 1 ബോളിൽ 6 റൺസായിപ്പോയി. ലാസ്റ്റ് ഒരു തോറ്റു. അവർ 4 റൺസിൻ്റെ തോൽവിയാണ് നേപ്പാളിന്. ഒരു തോൽവിയല്ല, ശരിക്കും പറഞ്ഞാൽ തകർപ്പൻ കളിയാണ്. 19 ബോളിൽ 38 റൺസ് എടുത്ത ലോകേഷ് പുതിയ താരം ശരിക്കും അങ്ങനെ പിറന്നിട്ടുണ്ട്. ദീപേന്ദ്ര സിംഗ് 44 എടുത്തു, രോഹിത് 39 എന്നിങ്ങനെയാണ് അവർ. ഇംഗ്ലണ്ട് അങ്ങനെ 4 റൺസിനാണ് വിജയിച്ചത്. ഇംഗ്ലണ്ട് താരങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രഹരമാണ്. ശരിക്കും പറഞ്ഞാൽ തലമണ്ടയ്ക്ക് എല്ലാത്തിനും തലമണ്ടയ്ക്ക് നല്ല അടി കിട്ടിയ പോലെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞൻ ടീമുകളെ എഴുതി തള്ളേണ്ട മക്കളെ. ഈ 2020 വേൾഡ് കപ്പ് വേറെ ലെവലാണ്. ശ്രീലങ്കയും അയർലൻഡാണ് അടുത്ത മത്സരം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.